തരുണിമണികൾ ഒന്നൊഴിഞ്ഞാട്ടെ, ഈ മഹാകവി ഒന്നിറങ്ങിക്കോട്ടെ. ഒന്നും നടന്നില്ല. ഇവിടെ ചോദിക്കാം. ഓടോ, ബസ്സിനെ ടിക്കറ്റ് എടുത്തില്ല, പിന്നെ ലോട്ടറി ടിക്കറ്റ്. അതെ, ഒരു പൈന്റ് സോഡ വേണ്ട. അല്ല, ഒരു സോഡ തണുപ്പ് വേണ്ട. സാറിന് ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. കലയും സാഹിത്യവുമായി അത്ര ബന്ധം പോരല്ലേ? അരസികേഷു കവിത്വ നിവേദനം മമ ശിരേഷു ന മാലിക മാലിക എന്നാണല്ലോ. എന്ന് വെച്ചാ എനിക്കും വലിയ പിടിയില്ല. ഞാനാണ് സാക്ഷാൽ ജൂനിയർ ONV. ഈ ONV കുറിപ്പ് അതാര്? ആ പാട്ട് എഴുതുന്ന ആളെ. അങ്ങനെ ഒരാളുണ്ടോ? അത് ഞാനല്ല. ഞാൻ ചളിങ്ങാട് ജോഷേ. നിരവധി ആൽബങ്ങൾക്കും നാടകങ്ങൾക്കുള്ള ഗാനങ്ങൾ ഈ 0 പേനയിൽ നിന്നാണ് അടർന്നു വീണിട്ടുള്ളത്. കേട്ടിട്ടില്ലേ? കറുത്ത പെണ്ണെ പോ, വെളുത്ത പെണ്ണെ വാ, എൻ ജീവരാഗമേ പ്രളയനീ. എല്ലാം ഇതിന്നാ. ബൈ ദ ബൈ, ഈ ജയഭാരതി തിയേറ്റേഴ്സിന്റെ സംഘം ഇവിടെ എവിടെയോ ക്യാമ്പ് ചെയ്യുന്നെന്നറിഞ്ഞു. മനസ്സിനെ പുളകമണിയിക്കുന്ന നല്ല 4 വരികൾ ഈ തിരക്കിനിടയിൽ അവർക്ക് വാരി വിതറിയിട്ട് പോകാമെന്ന് കരുതി. അവരുടെ ലാവണത്തിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ. ലാവണ? ഓ, ഭാഷാ പരിജ്ഞാനം ഇല്ലല്ലേ? അണ്ണ അവരുടെ വീട്ടിൽ പോണ വഴി ഇതിനെ അങ്ങോട്ട് പോയാ മതി. അവര് നല്ല പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ സോഡ അവരുടെ പറ്റിൽ എഴുതിക്കോളൂ. ഈ പഴോ. എന്തായി പവിത്ര സ്ക്രിപ്റ്റ്? എത്ര പാട്ടിനുള്ള സ്കോപ്പ് ഉണ്ട്? ഒന്ന് അനങ്ങി തുടങ്ങി. പക്ഷേ ഈ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അവരെ കണ്ടം വിടുകയോ വിടാതെയോ നിൽക്കട്ടെ. ഈ നാടകമാകുമ്പോ ഒരു കഥയുണ്ടാകുമല്ലോ. കഥയാകുമ്പോ ഒരു പ്രേമം ഉണ്ടാവുമല്ലോ. കറക്റ്റ്. പ്രേമമാകുമ്പോ തീർച്ചയായിട്ടും ഒരു പാട്ടുണ്ടാവും. ദേ ഇങ്ങോട്ട് നോക്കിയേ. നല്ല കിണ്ണം കാച്ച പ്രണയഗാനം ഒരെണ്ണം ഈ 0 പേനിൽ നിന്നും അടർന്നു വീണിട്ടുണ്ട്. ഞാനതിന് വാരി എടുത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ തരാം. ഈ നാടകത്തിൽ പ്രേമം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ തന്നെ ആ കുട്ടിക്ക് പ്രേമിക്കാൻ എവിടെ നിന്ന് നേരം? അത്രയേറെ പ്രശ്നങ്ങളുണ്ട് അതിന്റെ തലയിലേ. എന്നാ പിന്നെ കുറുനടത്തി മുങ്ങിയാച്ചേട്ട ഞാനാണല്ലോ മുങ്ങിയിട്ട് പൊങ്ങുന്നത് മറ്റൊരു നാട്ടിൽ സുന്ദരിയായ മതാലസോടൊപ്പം. പാറ്റിനുള്ളിൽ 4-5 വാരിപ്പിണറിലും 5-6 ലൈറ്റ് ഓഫും. നല്ല പഞ്ചികായിരിക്കും. ഈ പ്രണയത്തെ കുറിച്ച് നിനക്കൊക്കെ എന്തറിയാം? ഈ പ്രേമം എന്ന് പറയുന്നതാണ് പ്രണയം. പ്രണയം എന്ന് പറയുന്നതാണ് പ്രേമം. ഈ സമസ്ത പ്രപഞ്ചത്തിന്റെയും സ്പന്ദനവും ചലനവുമാണ് പ്രണയം. ഇങ്ങനെയുണ്ട് വിരുദ്ധ ലൈംഗികതയുടെ രസതന്ത്രം മാത്രമാണ് പ്രണയം. ഒരു മിനിറ്റ്. പ്രണയത്തിന്റെ ബലിക്കല്ലിൽ ഹൃദയം പറിച്ച് നേദിച്ച ധീര കമിതാക്കൾ പോലും പ്രണയത്തിന് മുൻപിൽ പകച്ചു നിൽക്കുകയാണ്. പ്രണയമില്ലാത്ത മനസ്സ് ശൂന്യമായ പ്രണയബോധമില്ലാത്തവന്മാര്. ഇവരൊന്നും സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയിട്ടില്ലല്ലോ. നായികയ്ക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് വെച്ച് അവൾക്കെന്താ പ്രേമിച്ചൂടെ? അവള് പ്രേമിക്കട്ടാ. എന്നിട്ട് അവൾ പ്രണയ പരവശയായി ഏകാന്തതയിൽ നിലാവ് നോക്കിയിരുന്ന് ഒരു 2 പാട്ടങ്ങ് പാടട്ടെ. പ്രേമം നടക്കുമെന്ന് തോന്നുന്നില്ല. പവിത്ര, പ്രേമം ഉണ്ടെങ്കിലേ കഥയ്ക്കൊരു ട്വിസ്റ്റ് ഉള്ളൂ. പക്ഷെ അവളൊന്ന് പ്രേമിച്ച് കിട്ടാൻ എന്തോ ഒരു വഴി. അതിനല്ല ഈ ജൂനിയർ ONVയുടെ ഗാനങ്ങൾ. പ്രേമിച്ചവർക്കും പ്രേമിക്കാത്തവർക്കും പ്രേമിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും പ്രേമിക്കാനും പ്രേമിപ്പിക്കാനും പറ്റിയ പലതരം പാട്ടുകൾ ഈ കൊക്കട സഞ്ചിയിലുണ്ട്. ഇത് ദർശിച്ചാലും എന്നിട്ട് എത്രയും വേഗം നായികയെ പ്രണയിപ്പിക്കൂ. അല്ലെങ്കിൽ ആ പാവം പട്ടിണി ഇറന്ന് ചാവും. ആര്? ഞാൻ. വയറ്റിപ്പഴപ്പണനിയെ ഉപദ്രവിക്കരുത്. പ്രണയിപ്പിക്കേ പ്ലീസ്. തന്നെ കണ്ട അന്ന് മുതല് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചതാ. അപ്പൊ ഞാൻ എങ്ങനെയാ പറയാ? പക്ഷെ പറയാതിരിക്കാനും പറ്റണില്ല. മാഷി കാര്യം എന്താന്ന് വെച്ചാ പറ. അത് അല്ല, അത് അല്ലി ഒരാള് അഗാധമായി പ്രണയിക്കുന്നുണ്ട്. എന്നെയോ? എന്നാലത് വേറെ വല്ല ഉദ്ദേശം വെച്ചായിരിക്കും. ഒരിക്കലുമല്ല. ആത്മാർത്ഥമായിട്ട് തന്നെ ഒരാൾ സ്നേഹിക്കുന്നു, താൻ പോലും അറിയാതെ. ഈ നാട്ടിലോ? എന്നാ കേക്കട്ടെ, ആരാണ് ആ നിർഭാഗ്യവാൻ? അതിപ്പോ ഇവിടെ തന്നെ ആവണമെന്നില്ല. ചിലപ്പോ താൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താവാം. ആര്? ഡോക്ടറോ?
അതെ ഡോക്ടർ എന്താ ഡോക്ടർക്ക് പ്രേമിച്ചൂടെ? എടോ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഡോക്ടർ വേലക്കാരിയെ പ്രേമിക്കുന്നു, അവർ കല്യാണം കഴിക്കുന്നു, അവളുടെ പ്രശ്നങ്ങൾ തീരുന്നു, അതോടെ നാടകം പര്യവസാനിക്കുന്നു, സർവം മംഗളം ശുഭം. സൂപ്പർ. ക്ലൈമാക്സ് ഓക്കെ. എടോ മണ്ട മാഷേ, ആ ഡോക്ടർക്ക് എന്നെക്കാൾ വലിയൊരു മോനുണ്ട്, അറിയോ തനിക്ക്? ഇതേതോ പുതിയൊരു ക്യാരക്ടർ. അപ്പൊ തനിക്ക് അറിയാം ആരാ തന്നെ സ്നേഹിക്കുന്നതെന്ന്. ആര്? എന്ത്? അവൻ, ആ ഡോക്ടറെ മതി. അവന്റെ മനസ്സിൽ 24 മണിക്കൂർ ഞാനല്ല, 24 മണിക്കൂർ അവന്റെ കയ്യിൽ പുസ്തകം ഉണ്ടാവും. അതൊരു പുസ്തക പുഴുവാ മാഷേ. പുസ്തകത്തിൽ നിന്ന് കണ്ണെടുത്തിട്ട് ഞാൻ ഇതുവരെ അതിനെ കണ്ടിട്ടില്ല. അത് താൻ കാണും. യഥാർത്ഥത്തിൽ അവൻ പുസ്തകവും തുറന്നു വെച്ച് തന്നെ പ്രേമിച്ചുകൊണ്ടിരിക്കുക. മാഷിനെന്താ വട്ടുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ താൻ അവനെ ശ്രദ്ധിക്കും. ഇന്ന് അവനെ മറികടന്ന് പോകുമ്പോ പെട്ടെന്ന് തിരിഞ്ഞു നോക്ക്. അവൻ തന്നെ നോക്കിയിരിക്കുന്നുണ്ടോ? ഉറപ്പ്. ഇപ്പൊ പോയാലേ നടന്നു പോവാം, വൈകിയാലേ വണ്ടി വിളിച്ചു പോകേണ്ടി വരും. എങ്ങോട്ട്? ഊളം പാറയ്ക്ക്. ദൈവമേ, കഥയ്ക്കൊരു ടെസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ ഊളാമ്പാറയ്ക്ക് തന്നെ പോകേണ്ടി വരും. ഇന്നവനെ മറികടന്ന് പോകുമ്പോ പെട്ടെന്ന് തിരിഞ്ഞു നോക്ക്. അവൻ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. ഉറപ്പ്. അതെ, ഇന്നെന്ത് പറ്റി? പതിവില്ലാതെ കോഫിയാണല്ലോ. അയ്യോ സോറി, ഞാൻ ചായ എടുക്കാം. ഇറ്റ്സ് ഓക്കെ, എനിക്കിഷ്ടമായി. അങ്ങനെ അങ്ങോട്ട് പോയാലോ? എന്തായി രാവിലെ ഞാൻ പറഞ്ഞ കാര്യം? എന്ത് കാര്യം? മന്ത്രിസഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന കാര്യം. എടോ, ആ ഡോക്ടറുടെ മോന്റെ കാര്യം എന്തായിന്ന് താനവനെ ശ്രദ്ധിച്ചോ? ഓ അതോ, ഞാൻ നോക്കിയെന്നേ. അയാള് ഫുൾ ടൈം പുസ്തകം തിന്നോണ്ടിരിക്കുക. ഇങ്ങനെ ഒരു സുന്ദരിക്കുട്ടി ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒരു വിചാരവും അയാൾക്കില്ല. ആണല്ലേ? എന്റെ ട്വിസ്റ്റ് പോയി. അല്ലെങ്കിലും ഈ ആമ്പിള്ളേർ അങ്ങനെയാ. മുടിഞ്ഞ സ്നേഹം മനസ്സിലുണ്ടെങ്കിലും ഒരു പൊട്ടുപോലും പുറത്തു കാണിക്കില്ല. എന്നിട്ട് വല്ലവന്മാരും വന്ന് കെട്ടിക്കൊണ്ടുപോകുമ്പോ കല്യാണത്തിന്റെ തലേന്ന് വന്ന് പായസത്തിന്റെ മണവും കേട്ട് അടുപ്പുകല്ലിന്റെ അടുത്തിരുന്ന് തീ കാഞ്ഞ് ആത്മനിർവൃതി അടയും. ഈ കാമുക വർഗങ്ങളൊക്കെ എന്നാണോ നന്നാൻ പോകുന്നത്? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഒരു പ്രേമം തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. മാഷെന്താ ഹയർ ഗ്രേഡിന് പഠിക്കാ? പ്രേമം ഞാനിപ്പോ അതിന് പറ്റിയ സിറ്റുവേഷനില്ല. അപ്പൊ ഭൗതിക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ പ്രണയമാകാമെന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. സത്യം പറ, താൻ കല്യാണ ബ്രോക്കറാണോ? താൻ എന്തിനാടോ വെറുതെ ഒളിച്ചു കളിക്കുന്നത്? തന്റെ മനസ്സിൽ പ്രണയത്തിന്റെ 100 പൂമുട്ടുകൾ വിരിഞ്ഞു നിൽക്കുന്നത് എനിക്ക് കാണാം. കണ്ടോ അതിന്റെ സുഗന്ധം ഈ പാടമാകെ? അതെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ ഇന്ന് ഒരുപാട് മണ്ടത്തരങ്ങൾ കേട്ടു, അത്ര തന്നെ. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴാ. ദേ, ഇന്ന് പൗർണമി. ആ ഡോക്ടറെ മോൻ പോണെങ്കിൽ പോട്ടെ, തന്റെ മനസ്സിൽ മറ്റാരോടെങ്കിലും പ്രണയം ഉണ്ടെങ്കിൽ രാത്രിയുടെ 3-ാം യാമത്തിൽ താൻ എഴുന്നേക്കും. ആ പ്രണയനിലാവിൽ കുളിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ താൻ കാണുകയാണെങ്കിൽ ഉറപ്പ്, താൻ ഒരാളെ പ്രേമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ 3-ാം യാമെന്നൊക്കെ പറയുന്നത് ഏകദേശം എത്ര മണിയായിട്ട് വരും? ഒരു പുലർച്ചെ 2-3 മണിയായിട്ട് വരും. ഈ കള്ളന്മാരൊക്കെ കക്കാനിറങ്ങുന്ന സമയം. ചില പെൺകിടാങ്ങളുടെ മനസ്സും ആ സമയത്ത് കളവ് പോവാറുണ്ട്. ബെസ്റ്റ് ടൈം. ആ സമയത്ത് ഞാനേ ഊർക്കം വലിച്ച് കിടന്നുറങ്ങായിരിക്കും.